തന്നെയാണ് രാവണൻ്റെ ഗർഭാധാനം നടക്കുന്നത് തന്നെ, അല്ലെങ്കിൽ രാവണൻ ഉണ്ടാവുന്നത് തന്നെ. അത് കഴിയുമ്പോൾ നമ്മൾ പറഞ്ഞു 10 തലയാണ് രാവണന്. എന്തുകൊണ്ടാണ് ആ 10 തല എന്ന് പറയുന്നത്? രാവണൻ്റെ കുട്ടിക്കാലം മുഴുവൻ രാവണൻ അച്ഛനോടൊപ്പമാണ് ചെലവഴിച്ചത്. അപ്പം അച്ഛൻ ബ്രഹ്മാവിൻ്റെ മാനസപുത്രൻ്റെ നേരെ പുത്രനാണ്. അതായത് ഭയങ്കരമായ വേദങ്ങളും പുരാണങ്ങളും എല്ലാ അറിവുകളുമുള്ള ശ്രേഷ്ഠൻ. അദ്ദേഹം ഈ മക്കളെ മുഴുവൻ അദ്ദേഹം സ്വന്തമായിട്ടാണ് പഠിപ്പിച്ചത്. അപ്പോൾ രാവണൻ എല്ലാ വേദങ്ങളും പഠിച്ചു, എല്ലാ പുരാണങ്ങളും പഠിച്ചു, വാദ്യങ്ങൾ പഠിച്ചു. ഭയങ്കര ബുദ്ധിമാനായ ഒരു കുട്ടിയായിരുന്നു രാവണൻ. പക്ഷേ രാവണന് വിദ്യയുടെ കൂടെ ഇപ്പുറത്തെ സൈഡിൽ അമ്മയുണ്ട് അല്ലേ. അമ്മ എപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നത്, നോക്ക് നിൻ്റെ ബ്രദറാണ്, നിൻ്റെ ചേട്ടനാണ് നമ്മുടെ രാജ്യം വാണുകൊണ്ടിരിക്കുന്നത്, വൈശ്രവണൻ നിൻ്റെ ചേട്ടനാണ്. പക്ഷെ നീ ഇവിടെ കണ്ടില്ലേ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു, അവൻ അവിടെയും. അപ്പം ഇത്രയും വ്യത്യാസം എന്തുകൊണ്ട് വന്നു? ഉറപ്പായിട്ടും നമുക്കത് നേടണം. കാരണം രാവണൻ ഉണ്ടായത് തന്നെ അസുരവംശത്തിന് ബലമുണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ രാവണൻ്റെ ആ ഉദ്ദേശം, ജന്മലക്ഷ്യം ഭയങ്കരമായിട്ട് അമ്മ രാവണനിലേക്ക് കൊടുത്തിരുന്നു. അപ്പോൾ രാവണൻ സ്വാഭാവികമായും അച്ഛൻ്റെ സാത്വിക ഭാവത്തെക്കാൾ കൂടുതൽ അമ്മയുടെ രാജസഭാവം, അമ്മയുടെ മത്സരബുദ്ധി, അമ്മയുടെ വെട്ടിപ്പിടിക്കാനുള്ള അധികാരത്തോടുള്ള ആ ഒരു പാത്താണ്, ആ ഒരു വഴിയാണ് രാവണൻ തിരഞ്ഞെടുത്തത്. രാവണന് 2 വഴിയും തിരഞ്ഞെടുക്കാമായിരുന്നു. ജന്മം കൊണ്ടും അറിവ് കൊണ്ടും രാവണൻ്റെ അച്ഛനെ പോലെ നല്ല മാർഗത്തിൽ, അല്ലെങ്കിൽ പൊളിറ്റിക്കലി കറക്റ്റ് എന്നുള്ള ആരെയും ഉപദ്രവിക്കാത്ത മാർഗത്തിൽ, അധികാരം വേണ്ടാത്ത മാർഗത്തിൽ പോകാമായിരുന്നു. പക്ഷേ രാവണൻ അമ്മയുടെ പാതയാണ് പിന്തുടരാൻ ആഗ്രഹിച്ചതും പിന്നീട് പിന്തുടർന്നതും. അങ്ങനെയാണ് രാവണൻ ഇത്ര നോളജബിൾ ആയിട്ടുള്ള, അതായത് രാവണനെ പോലെ 10 തലയുണ്ട് രാവണൻ എന്ന് പറയുന്ന അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. 10 തലയുള്ള ഒരാൾക്ക് സ്വായത്തമാക്കാൻ കഴിയുന്ന വിദ്യകളേക്കാൾ അപ്പുറം രാവണൻ സ്വായത്തമാക്കിയിരുന്നു. സംഗീതത്തിലായാലും വാദ്യത്തിലായാലും പുരാണത്തിലായാലും എല്ലാം ശരിക്കും ലോകം കണ്ട ഏറ്റവും വലിയ സ്കോളേഴ്സ്, പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു രാവണൻ. പക്ഷേ രാവണൻ, അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് എന്താ മനസ്സിലാവുന്നത്? പാണ്ഡിത്യം കൊണ്ട്, അറിവ് കൊണ്ട് ഒരാൾ നല്ലതാവുന്നില്ല അല്ലേ. ഇത് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് ഒരു സേയിങ് ഉണ്ട് ഹാരി പോട്ടറിൽ, കുട്ടികളുടെ ബുക്ക് ഹാരി പോട്ടറിൽ ഒരു സേയിങ് ഉണ്ട്, ദർ ഇസ് ബോത്ത് ഗുഡ് ആൻഡ് ഈവിൾ ഇൻ അസ്, ഇറ്റ് ഈസ് ഓൾവേസ് എ പാത്ത് വി ചൂസസ് ഡിഫൈൻസ് ഹൂ വി ആർ. നമ്മൾ ആരാണെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ള നന്മയും തിന്മയും തമ്മിലുള്ള ജയപരാജയങ്ങളിൽ നമ്മൾ ഏത് ചൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടത്തിൽ നമ്മൾ ആരുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ രാവണൻ എന്നും നിന്നിരുന്നത് രാവണൻ്റെ അമ്മയുടെയും രാവണൻ്റെ മുത്തച്ഛൻ്റെയും അടക്കി ഭരിക്കുക, അധികാരം നേടുക എന്നുള്ള ആ ഒരു തത്വത്തിലായിരുന്നു. അല്ലെങ്കിൽ രാവണൻ ലോകം കണ്ട ഏറ്റവും വലിയ പണ്ഡിതനായ, ഏറ്റവും നല്ല ചക്രവർത്തിയായി മാറിയേനെ. അപ്പോൾ പിടിച്ചെടുക്കുക എന്നുള്ള മാർഗത്തിനപ്പുറം രാവണൻ സമാധാനിച്ച് അവിടെ അദ്ദേഹത്തിൻ്റെ മാർഗത്തിൽ കൂടി നിന്നിരുന്നെങ്കിൽ അദ്ദേഹത്തിന് മറ്റൊരു തരത്തിൽ ലോകം അടക്കി വാഴാമായിരുന്നു.